വിലമതിക്കുന്ന കൊടികെട്ടിയ താരങ്ങൾ വേണ്ട. ഏത് വമ്പൻ മുന്നിൽ വന്നാലും പ്രതീക്ഷ കൈവിടാതെ ചങ്കൂറ്റത്തോടെ മുട്ടുവിറക്കാതെ കണ്ണിൽ നോക്കി നിന്ന് പോരാടാനുള്ള ചങ്കൂറ്റം മാത്രം മതി. ഫുട്ബോളിൽ ഏത് വമ്പനെയും വീഴ്ത്താനും ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ജംഷഡ്പൂരിന്റെ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നും ഉരുകിയൊലിക്കുന്ന ചിന്തകൾ തലയിൽ സന്നിവേശിപ്പിച്ച ഖാലിദ് ജമീൽ എന്ന കിങ് ഖാലിദിന്റെ കുട്ടികൾ. അതും ഗോവയുടെ മഹിഷ്മതി എന്ന് വിശേഷിപ്പിക്കണമെന്ന ഫത്തോടയിൽ കയറി ചെന്ന് ഗോവയിലെ കാട്ടരുമകൾക്ക് മൂക്കുകയറിട്ട് അവരുടെ ശിരസ് പിടിച്ച് ഭൂമിയിലേക്ക് ആട്ടി കുത്തിയിറക്കാൻ, അവരുടെ കൊമ്പ് മുറിച്ചെടുക്കുവാൻ ഖാലിദ് ജമീലിന്റെ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നും ഉരുകിയൊലിക്കുന്ന ചിന്തകൾ ശിരസിലും ഹൃദയത്തിലും കാലുകളിലും പേർന്ന 11 പോരാളികൾ കളിക്കളത്തിൽ നടത്തിയ ഗ്വാറുകളുടെ മർദ്ദനത്തിന് അന്ത്യം കുറിക്കപ്പെടുമ്പോൾ ആദ്യം ഒരു ഗോളിന് മുന്നിൽ നിന്ന് FC ഗോവ അവസാന വിസിൽ മുഴങ്ങുമ്പോൾ 2-1 എന്ന സ്കോറിന് ഖാലിദ് ജമീലിന്റെ കുട്ടികൾക്ക് മുന്നിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. വളരെ വലിയ സ്കോർ വാല്യൂ, പേരുകേട്ട താരങ്ങൾ, പേരുകേട്ട ഇന്ത്യൻ താരങ്ങൾ, പേരുകേട്ട വിദേശ താരങ്ങൾ എല്ലാം ഉണ്ടായിട്ട് പോലും കിങ് ഖാലിദ് എന്ന തന്ത്രജ്ഞന്റെ ചിന്തകളിലും ശിരസിലും ഉരുത്തിരിഞ്ഞ തന്ത്രങ്ങളുടെ ചതുരംഗ പലകയിൽ നിന്നും അവസാന നിമിഷത്തിൽ കളി കൈവിട്ട് കൊടുക്കാനായിരുന്നു ഗോവയ്ക്ക് വിധി. മത്സരത്തിന്റെ സ്റ്റാറ്റിൽ ഗോവ അത്യാവശ്യം മേധാവിത്വം പുലർത്തിയെന്നൊക്കെ പറയാമെങ്കിൽ പോലും കിങ് ഖാലിദിന്റെ വിജയത്തിനെ വിശേഷിപ്പിക്കുന്നതിലാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളത്. കാരണം ആ മനുഷ്യൻ ഒരുപാട് അപ്രീസിയേഷൻ അർഹിക്കുന്നയാൾ തന്നെയാണ്. FC ഗോവയുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകൻ കൂടിയായ മനോലോ മാർക്കസിന്റെ ഗാലക്സി എന്ന് വിളിക്കാൻ കഴിയുന്ന താരങ്ങളുടെ കൂട്ടത്തിനെ കിങ് ഖാലിദിന്റെ പിള്ളേര് അവരുടെ മടയിൽ ചെന്ന് തീർത്തു എന്ന് പറയുമ്പോൾ തന്നെ വിയർത്ത് രോമാഞ്ചം വന്ന്, വിയർത്തത് രോമാഞ്ചം കൊണ്ടൊന്നല്ല, നല്ല ചൂടാണ് ലൈറ്റിന്റെ എല്ലാം. അതുപോലെ മത്സരത്തിന്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 20 ഷോട്ടുകളാണ് FC ഗോവ എതിർത്തത്. ജംഷഡ്പൂരിന് 13 ഷോട്ടുകൾ മാത്രമേ എതിർക്കാൻ കഴിയുള്ളൂ. ഓൺ ടാർജറ്റിലേക്ക് 2 ടീമുകളും 5 ഷോട്ടുകൾ വീതമാണ് എതിർത്തത്. അതിനകത്ത് ഒന്ന് അർമാൻഡോ സാദിഖ് എന്ന അൽബേനിയൻ സൂപ്പർ താരത്തിന്റെ മികവിൽ FC ഗോവയ്ക്ക് ജംഷഡ്പൂരിന്റെ വലയിലെത്തിക്കാൻ കഴിഞ്ഞു. പക്ഷേ രണ്ടാം പകുതിയിൽ ജാവിയർ സിവേരിയുടെ പെനാൽറ്റി സ്പോട്ട് കിക്കിലൂടെയും പിന്നീട് ജോർഡൻ മൊറെ എന്ന പഴയ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരത്തിന്റെ ആ ഒരു ഫിനിഷിനെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ മോനെ, വിധി പോലും വിറച്ചുപോയി. ഗോൾ പോസ്റ്റ് പോലും പ്രകമ്പനം കൊണ്ടുപോയി ജോർഡൻ മൊറയുടെ വലങ്കാല നടിയിൽ എന്ന് പറഞ്ഞാലും കുറഞ്ഞു പോകും. കാരണം അക്ഷരാർത്ഥത്തിൽ ഗോൾ പോസ്റ്റിനെ ചുംബിക്കുകയായിരുന്നില്ല. ഗോൾ പോസ്റ്റിന്റെ നെറുകന്തലയ്ക്ക് വിരിമാറിലേക്ക് ഒരു ആറ്റം ബോംബ് ഒതിക്കുന്നത് പോലെ ഗോൾ പോസ്റ്റ് മുഴുവൻ പ്രകമ്പനം കൊള്ളുന്ന തരത്തിലൊരു ഷോട്ടായിരുന്നു ജോർഡൻ മൊറെ അടിച്ചെടുത്തത്. അങ്ങനെ ആ 2 ഗോളുകൾ ജംഷഡ്പൂർ അടിച്ചപ്പോൾ FC ഗോവയ്ക്ക് ഒരു ഗോൾ മാത്രമേ അടിക്കാൻ കഴിഞ്ഞുള്ളൂ. ബോൾ പൊസിഷനിൽ ഓഫ് കോഴ്സ് ഗോവ തന്നെയാണ് മുന്നിൽ നിന്നത്. പാസുകൾ കൂടുതൽ കംപ്ലീറ്റ് ചെയ്തതും ഗോവ തന്നെയാണ്. മറ്റ് മേഖലകളിലെല്ലാം മൃഗീയമായിട്ടുള്ള ആധിപത്യം FC ഗോവയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ എന്ത് കളിച്ചെന്ന് പറഞ്ഞിട്ടും എന്ത് പൊസിഷൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഫുട്ബോളിൽ വിധി നിർണ്ണയിക്കുന്നത് ഗോളുകൾ തന്നെയാണ്. 2 ഗോളുകൾ ഖാലിദ് ജമീലിന്റെ പിള്ളേർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതും FC ഗോവയുടെ മഹിഷ്മതിയായിട്ടുള്ള അവരുടെ രാവണൻ കോട്ടയായിട്ടുള്ള ഫറ്റോഡയിൽ കയറി വന്ന് ജംഷഡ്പൂരിലെ ബ്ലാസ്റ്റ് ഫർണസിൽ തിളച്ചു മറിയുന്ന ഇരുമ്പുരുക്കിന്റെ ചിന്തകൾ ശിരസിലും ഹൃദയത്തിലും കാലുകളിലും പ്രവേശിച്ച ഖാലിദ് ജമീൽ എന്ന കിങ് ഖാലിദിന്റെ പിള്ളേര് ഗോവയുടെ തട്ടകത്തിൽ വന്ന് ഗോവയിലെ കാട്ടരമകൾക്ക് മൂക്കുകയറിട്ട് സിമ്പിളായിട്ട് പരാജയപ്പെടുത്തി.